എൻ്റെ എല്ലാ മാന്യ കൂട്ടുകാർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിലും ഗ്രാമപ്രദേശങ്ങളിലും വാരി കളയുന്ന അതീവ രുചിയുള്ള അതീവ ഗുണമുള്ള ഒരു എന്താ പറയുക, അതിന് ഒരു കായാണ്, അതായത് പുളിഞ്ചിക്ക കൊണ്ടുള്ള അച്ചാറ്. അത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രേക്ഷകർക്കും കൂട്ടുകാർക്കും ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിക്കും. ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കും. അതൊന്ന് നല്ലവണ്ണം വാടി വരണം. പച്ചമുളകിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി ഈർപ്പമെല്ലാം പോയി നല്ല മുരിഞ്ഞു വരണം. ഇനി അതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ടു. ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഇനി ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളിയും നല്ലവണ്ണം മുരിഞ്ഞു വരണം, അല്ലെങ്കിൽ പൂപ്പൻ. ഇനി നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ 1 സ്പൂൺ, ഈ കരണ്ടിക്ക് ഈ സ്പൂണിന് 1 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. ഇനി അതിൽ അല്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ നല്ലെണ്ണയിൽ തന്നെ കായപ്പൊടി മൂപ്പിച്ച് അതിനോടൊപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 14 ടീസ്പൂൺ അല്ല, ഇത് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 14 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അതായത് 1.5 കിലോ പുളിഞ്ചിക്കയാണ് നാം എടുത്ത് വെച്ചിരിക്കുന്നത്. മുളക് പൊടി നല്ലവണ്ണം മൂത്ത് വരണം. കരിയാതെ നോക്കണം, ചെറിയ തീയിൽ മാത്രമേ ഇളക്കാവൂ. ഇനി നമുക്ക് പുളിഞ്ചിക്കായിൽ നിന്ന് കിട്ടിയ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് 2.5 കപ്പ് പുളിഞ്ചിക്കായിൽ നിന്ന് മാത്രം ഊറി വന്ന വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 1.5 കിലോ പുളിഞ്ചിക്ക ഇതിൽ ഇട്ടു. കുറച്ച് സമയം ഇതിൽ കിടന്നൊന്ന് നല്ല തിളച്ച് വരണം, എങ്കിൽ മാത്രമേ ഇത് കുറേ കാലം ഇരിക്കൂ. ഇനി നമുക്കതിൽ 1/2 കപ്പ് വിനീഗർ ചേർക്കും. ഇതെല്ലാം കൂടെ നല്ലവണ്ണം യോജിച്ച് ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് ഇളക്കണം. ഇളക്കുമ്പോൾ ഈ പുളിച്ചിക്കയിൽ ഇതിൻ്റെ മറ്റ് ചേരുവകളെല്ലാം പിടിക്കും.
തിളപ്പിക്കാതെ ഒരു കാരണവശാലും ഇറക്കരുത്, ചീത്തയായിപ്പോൾ. ഇനി നമുക്കിതിൽ ഒരു വെറൈറ്റി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ കുരുമുളക്. അത് 1 സ്പൂൺ, 1.5 കിലോയ്ക്ക് 1 സ്പൂൺ മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രുചി വരും. വറുത്ത് പൊടിച്ച കുരുമുളകാണിത്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ